ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. കർത്താവായ യേശു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് അരുളി ചെയ്ത വചനങ്ങളാണിത്. എന്താണ് കർത്താവ് കൽപ്പിച്ചത്? എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ തന്നെ. ഒരു ആത്മീയ ആഹാരം ദൈവവചനമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ജനം ശരീരം കൊണ്ട് ഭൂമിയിലാണെങ്കിലും ആത്മമണ്ഡലത്തിൽ, ദൈവരാജ്യത്തിൻ്റെ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ്. സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് യേശുവിനെ പരിശുദ്ധാത്മാവ് നയിച്ചു. 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് ചോദിച്ചു, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനെ അപ്പമാക്കുക. യേശു എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ ദൈവമക്കളുടെ കയ്യിലുണ്ട്. എന്നാൽ അത് വായിച്ചു അതിങ്ങനെ മനസ്സിലാക്കുന്നതിനകത്തല്ല കാര്യം ഇരിക്കുന്നത്. ആ വചനത്തെക്കുറിച്ച്, നാം വായിക്കുന്ന വചനത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ലഭിച്ച് അതിനെ അനുസരിക്കുന്നതിലാണ് ദൈവത്തിന് ഇഷ്ടം. ആത്മരാജ്യങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു, ദൈവരാജ്യം പഠിപ്പിച്ചു. അപ്പോൾ തന്നെ ദൈവരാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സാത്താന്യ ആത്മമണ്ഡലത്തെക്കുറിച്ചും ആദ്യം പ്രസ്താവിച്ചത് നമ്മുടെ കർത്താവായ യേശുവാണ്. ആശ്ചര്യമായ ആത്മീയ രാജ്യം സ്ഥാപിതമാകുന്നതിന് മുമ്പ് ആത്മീയമായ ആത്മരാജ്യത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം കർത്താവാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുത്തത് ആശ്ചര്യമായിട്ട് തന്നെ കാൽവരി ക്രൂശിൽ കർത്താവിൻ്റെ യാഗത്തിലൂടെ, പരമയാഗത്തിലൂടെ തന്നെ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പാപപരിഹാരം വരുത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രസ്താവിക്കാൻ യേശു കർത്താവിൻ്റെ ജനനവും മരണവും പുനരുദ്ധാനവും സ്വർഗ്ഗാരോഹണവും യേശുവിൻ്റെ വീണ്ടും വരവും അത് പ്രസംഗിക്കപ്പെടണം. വിശ്വസിക്കുന്നവർ അവരും കർത്താവിൻ്റെ ശിഷ്യരായി തീരണം. അവരും ഇത് തന്നെ പ്രസംഗിക്കണം. കർത്താവിൻ്റെ വരവോളം തലമുറയായി ചെയ്യപ്പെടേണ്ട ശുശ്രൂഷയാണ് കർത്താവിനെ പ്രസംഗിക്കുക, കർത്താവിനെ വെളിപ്പെടുത്തുക. ഇതിനാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ യേശുവിനെ വെളിപ്പെടുത്തുന്നവരോട് കൂടെ ലോകാവസാനത്തോളം കർത്താവ് കൂടെ ഉണ്ടായിരിക്കും.